ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ പുളിയും എരിവും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഫുഡാണ് പ്രോൺസ് റോസ്റ്റ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം 1/2 കിലോ പ്രോൺസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് 1 ടീസ്പൂണിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഒരു നാരങ്ങ ഉണ്ട്, അരമുറി നാരങ്ങ, അതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. പ്രോൺസ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലയിൽ. ഇനി ഇതൊരു 20 മിനിറ്റ് 15-20 മിനിറ്റ് അല്ലെ അരമണിക്കൂർ വെക്കാൻ നല്ലതാണ്. ഇനി റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് 2 സവോളയുണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളക് 4 എണ്ണം, എരിവ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ എടുത്തതായിരുന്നു. അതിൻ്റെ ബാക്കി 1 ടീസ്പൂണോളം കാണും. പിന്നെ നമ്മുടെ കറിവേപ്പില. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി ബാക്കി പൊടികളായിരിക്കും. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് മാത്രം ഞാൻ കാണിച്ചേക്കാം. കുറച്ച് ഞാൻ വട്ടത്തിൽ കണ്ടിച്ചിട്ടുണ്ട്, കുറച്ച് നീളത്തിൽ കണ്ടിച്ചിട്ടുണ്ട്. ഇത് വട്ടാൻ കൂടെ ഇടാം. പിന്നെ അത് ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകിട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ ഒന്നും ആകണ്ട. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ കൂടിയുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആകുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു 1.5 സ്പൂണ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റ് കിട്ടും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പ്രോൺസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ വേവിക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തുറന്നിട്ട് നമുക്ക് വേവിക്കാം. പ്രോൺസ് അധികം വേവില്ല, അപ്പോൾ നമുക്ക് തുറന്നിട്ട് നമുക്കിനി കരിച്ചെടുക്കാം. പ്രോൺസ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് മസാലയിൽ. നമ്മുടെ പ്രോൺസ് ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് അവസാനം കുറച്ച് കരിവേപ്പിലയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന അവസാനം ചേർക്കാനുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് സാധനങ്ങൾ മതി നമുക്കിത് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൊടുക്കണേ.